മൗനത്തിന്റെ മന്ത്രചന്ദ്രിക. പുരാതന കാലം. പർവ്വതങ്ങളും കാടുകളും ചുറ്റിപ്പറ്റിയ ഒരു വലിയ ഭൂവിഭാഗമുണ്ടായിരുന്നു. ആ ഭൂമിയുടെ പേര് രാത്രിനാട്. അവിടെ സൂര്യൻ ഉദിച്ചാലും ചന്ദ്രന്റെ ആധിപത്യം അവസാനിക്കില്ലായിരുന്നു. രാത്രിനാട്ടിൽ ജനിക്കുന്ന ഓരോരുത്തർക്കും ഒരു പ്രത്യേക നിഴലുണ്ടായിരുന്നു. ആ നിഴൽ സംസാരിക്കില്ല, പക്ഷേ ശ്രദ്ധിക്കും. ആ നാട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടി, വെണ്ണില. അവൾ ജനിച്ച ദിവസം ആകാശം മുഴുവൻ ചന്ദ്രന്മാർ നിറഞ്ഞിരുന്നു. ഒരു ചന്ദ്രനല്ല, പല ചന്ദ്രന്മാർ. ആ രാത്രിയിൽ ഒരു മൂത്ത മന്ത്രവാദി പറഞ്ഞു, ഈ കുഞ്ഞ് മൗനം കേൾക്കും. വെണ്ണില മറ്റു കുട്ടികളെപ്പോലെ ആയിരുന്നില്ല. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവൾ കേൾക്കും. മറ്റുള്ളവർ ചിരിക്കുമ്പോൾ അവൾ മതിലിലെ നിഴൽ നോക്കും. ഒരു ദിവസം അവൾ അമ്മയോട് ചോദിച്ചു, അമ്മ, രാത്രിക്ക് എന്തുകൊണ്ട് ശബ്ദമില്ല? അവളുടെ അമ്മ വിറച്ചു. രാത്രിക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ അത് ലോകത്തെ വിഴുങ്ങുമായിരുന്നുവ്. ആ ദിവസം മുതൽ വെണ്ണില രാത്രികളെ സ്നേഹിച്ചു. രാത്രിനാട്ടിന്റെ മധ്യത്തിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു. അതിന്റെ പേര് ഓർമ്മ തടാകം. ആ തടാകത്തിലെ വെള്ളത്തിൽ നോക്കിയാൽ മുഖം കാണില്ല, ഓർമ്മകൾ കാണും. ആ തടാകത്തിലേക്ക് ആരും ഒറ്റയ്ക്കു പോകില്ല. പക്ഷേ ഒരു രാത്രി വെണ്ണില അവിടെ പോയി. ചന്ദ്രൻ അവളെ വിളിച്ചു. തടാകത്തിന്റെ കരയിൽ ചന്ദ്രന്റെ പ്രകാശം വീണു. ആ പ്രകാശം ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു. ആ രൂപം പറഞ്ഞു, വെണ്ണില, നിനക്ക് മൗനം കേൾക്കാൻ കഴിയും. അതിന്റെ വില അറിയാമോ? വെണ്ണില ചോദിച്ചു. വില എന്താണ്? ചന്ദ്രൻ പറഞ്ഞു, നീ നിന്റെ ശബ്ദം നഷ്ടപ്പെടും, പക്ഷേ ലോകത്തിന്റെ സത്യങ്ങൾ കേൾക്കും. വെണ്ണില ഒരു നിമിഷവും മടിച്ചില്ല. എനിക്ക് സത്യം വേണം. ആ നിമിഷം വെണ്ണിലയുടെ ശബ്ദമില്ലാതായി. അവൾ വായ തുറന്നു. ശബ്ദമുണ്ടായില്ല. പക്ഷേ അവളുടെ ചെവികൾ തുറന്നു. ഭൂമിയുടെ വിറയൽ, മരങ്ങളുടെ ഭയം, നിഴലുകളുടെ രഹസ്യങ്ങൾ, അവൾ എല്ലാം കേൾക്കാൻ തുടങ്ങി. രാത്രിനാട് അവളെ തിരിച്ചറിഞ്ഞു. രാത്രിനാട്ടിൽ ഒരു പഴയ രാജാവ് ഉണ്ടായിരുന്നു. അവന്റെ പേര് നിഴൽ രാജാവ്. അവൻ ജീവനോടെയില്ല, മരിച്ചുമില്ല. അവൻ മൗനത്തിൽ ജീവിച്ചു. അവൻ വെണ്ണിലയെ തിരിച്ചറിഞ്ഞു. അവൾ വന്നാൽ എന്റെ ആധിപത്യം അവസാനിക്കും. അവൻ നിഴലുകളെ അയച്ചു. ഒരു രാത്രി വെണ്ണില നടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി അവളുടെ നിഴൽ നീണ്ടു. ആ നിഴൽ അവളെ നോക്കി തിരിഞ്ഞു. നീ മൗനം മോഷ്ടിച്ചു എന്ന് നിഴൽ പറഞ്ഞു. വെണ്ണില ഭയപ്പെട്ടില്ല. അവൾ മൗനം കേട്ടു. മൗനം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ടു. വെണ്ണില നിഴൽ രാജാവിനെ കാണാൻ തീരുമാനിച്ചു. അവൾ യാത്ര ചെയ്തു. കാടുകൾ, പർവ്വതങ്ങൾ, മറഞ്ഞ വഴികൾ. ഓരോ സ്ഥലത്തും മൗനം അവൾക്ക് വഴി കാട്ടി. പക്ഷികൾ സംസാരിക്കാതെ പറന്നു. കാറ്റ് പറയാതെ നീങ്ങി. ലോകം അവൾക്ക് വഴി നൽകി. അരമന ഇരുട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു. അവിടെ വാതിലുകളില്ല, നിഴലുകൾ മാത്രം. നിഴൽ രാജാവ് ഇരുന്നിരുന്നു. നീ എന്റെ ശക്തി മോഷ്ടിച്ചു, അവൻ പറഞ്ഞു. വെണ്ണില ചിരിച്ചു. അവൾ സംസാരിച്ചില്ല, പക്ഷേ മൗനം സംസാരിച്ചു. മൗനം മുഴങ്ങി. ആ മുഴക്കം ഈ ഇട്ടിയല്ല, ശബ്ദമല്ല, സത്യം. നിഴൽ രാജാവ് തന്നെ കണ്ടു. അവന്റെ ഭയം അവനെ വിഴുങ്ങി. അവൻ നിഴലായി അലിഞ്ഞു. രാത്രിനാട് മാറി. രാത്രി ഇപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ ഭയം ഇല്ല. വെണ്ണില അവളുടെ ശബ്ദം തിരിച്ചുകിട്ടിയില്ല, പക്ഷേ അവളുടെ മൗനം ലോകത്തിന്റെ രക്ഷകനായി. ഇന്നും രാത്രിനാട്ടിൽ ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ മൗനം നിങ്ങളെ ശ്രദ്ധിക്കുന്നു.